കഴിവാൻ തോന്നിയോണ്ട് കഴിയണമെന്നുള്ളൂ, അല്ലാതെ ആർക്കും നന്മയൊന്നും ചെയ്യുന്നതല്ല. ഈ തുടച്ചതിൻ്റെ അകത്തിട്ട് കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, നിങ്ങൾക്ക് കാണുകയും ചെയ്യാം, എനിക്ക് കഴിയുകയും ചെയ്യാം. മഴയത്ത് കഴിവുന്നത് കണ്ടിട്ട് ഭ്രാന്താന്ന് വിചാരിക്കില്ലേ, എനിക്ക് ഭ്രാന്ത. അതെ, ഈ മഴയത്ത് ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന പോലെ എനിക്ക് ഇതും ഭ്രാന്ത. ഈ ഹോളിലിടുക, ഇങ്ങോട്ട് തിരിക്കുക, ഇതാ മീറ്റർ ഓണായി. വാവ്, ഡോമി മീറ്റർ ഇത് ഓണാക്കുക. ഓ, ഫ്യൂല് കിടക്കുന്ന കിടപ്പുണ്ടോ എൻ്റെ വണ്ടിക്ക്. ഇവൻ്റെ പെട്രോൾ എൻ്റെ കിടന്നിന്നെങ്കിൽ ന്യൂട്രൽ തന്നെ. ഹേ ഗായ്സ്, ഗുഡ് ഈവനിങ്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഉറക്കമൊക്കെ എണീച്ച് വന്നപ്പോൾ ജസ്റ്റ് വിചാരിച്ച് കാറും ബൈക്കൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിടാന്ന്. കുറേ ദിവസം ഇതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കിയിട്ട്, പിന്നെ ഞാൻ എൻ്റെ വണ്ടിയും ആക്റ്റീവ് മാത്രമേ ഞാൻ കഴിവാറുള്ളൂ. ഇന്നെന്തോ വിചാരിച്ച് എല്ലാ വണ്ടി കഴുകി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചാൽ, അപ്പോൾ നമ്മൾ വണ്ടികളൊന്ന് കാണാമല്ലോ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞ് നമുക്കൊരു വീഡിയോ സെറ്റാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും കാണുന്നവരെന്തായാലും വീഡിയോയിലേക്ക് തുടങ്ങാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീട്ടിലോട്ട് പോകാം. ഐസ് അങ്ങനെ കാർ ഷെഡിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്താൽ പുറത്തിട്ട്, കാറും ബൈക്കും എല്ലാം എടുത്താൽ പുറത്തിട്ടുണ്ട്. വണ്ടി കഴുകാൻ പോകുന്ന ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് കഴുകി വയ്ക്കാം. എൻ്റെ വണ്ടി ഞാൻ കഴുകി ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടാണ്. നമ്മളെ GT അല്ല, ഇൻ്റർസെപ്റ്റർ GT ആക്കിയ വണ്ടി ഇതാ സെറ്റായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യണില്ല. ഇത് നമ്മൾ കാർ ഷെഡ് മാത്രം നമ്മൾ തൂത്തിട്ടുണ്ട് പുറത്തെടുത്ത് വെച്ചതേ ഉള്ളൂ. പിന്നെ ആക്റ്റീവ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കഴുകാം, ജസ്റ്റ് ഒരു അടി അടിച്ച് കഴുകാം. ഇതൊക്കെ ജസ്റ്റ് കഴിവേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് കഴിയണമെന്നില്ല. കഴിവാൻ തോന്നിയോണ്ട് കഴിയണമെന്നേ ഉള്ളൂ, അല്ലാതെ ആർക്കും നന്മയൊന്നും ചെയ്യുന്നതല്ല. വീഡിയോ കാണുന്നതിൻ്റെ ബ്രദറിനോടൊന്നും ശ്രദ്ധയ്ക്ക് എന്തായാലും ഞാൻ ജസ്റ്റ് കഴിവുന്നേ ഉള്ളൂ. പിന്നെ നമ്മളെ കാറ് ആക്റ്റീവ് ജസ്റ്റ് കഴിയുക, ഇതിനായിട്ട് താത്ത് വയ്ക്കുക. അപ്പോൾ എല്ലാം ഒന്ന് കാണിച്ചു തരാം. പോസ് കണ്ട് ചെയ്തിട്ട് ജസ്റ്റ് ഫോം വാഷ് ഒന്നുമില്ല, കഴുകുക, ഈ അഴുക്കൊക്കെ ഒന്ന് കളയുക, ആ പരിപാടികൾ. ഇതിലൊക്കെയാണെങ്കിൽ ഇതാ ഒരുപാട് അഴുക്കുണ്ട്. ഡോമിനറിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊന്നും നടന്നില്ല. അവൻ ഇടയ്ക്ക് ജോലിക്ക് എടുത്തുകൊണ്ട് പോകാറുണ്ട്. നമുക്ക് അത് സെറ്റാക്കാം. ഇപ്പോൾ എന്തായാലും വീട്ടിൽ ഇരിപ്പുണ്ട്, പറ്റുമോ നോക്കട്ടെ. എന്നാൽ നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഒരു വീഡിയോ സെറ്റാക്കാം. ഇപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ പോയി വണ്ടി കഴുകാം. ഏകദേശം കഴിവുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിരിക്കുകയാണ് എൻ്റെ വണ്ടിയുടെ അവസ്ഥ. ഇപ്പം ഇതിലിപ്പം സെറാമിക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചൊന്നും നടന്നില്ല, കാരണം മഴയും കാര്യങ്ങളൊക്കെ ഒന്നും നടന്നില്ല. ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ഫെയ്ഡ് ആയതിൽ തോന്നുന്നുണ്ട്. എന്തായാലും സെറാമിക് ചെയ്യുമ്പോൾ അതൊക്കെ സെറ്റാവും. വണ്ടി ഇപ്പം വൃത്തിയില്ലാതെ ഒന്നും കിടക്കണില്ല, ജസ്റ്റ് ഓടിച്ച് വന്നതിൻ്റെ ഒരു ശീലിൽ പിന്നെ ഇലയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് കഴുകി തുടച്ചതിൻ്റെ അകത്തിട്ട് കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, നിങ്ങൾക്ക് കാണുകയും ചെയ്യാം, എനിക്ക് കഴിയുകയും ചെയ്യാം. വെറുതെ ഇരിക്കുകയില്ലേ. പിന്നെ ഈ വണ്ടി ആയാലും ഇതാ ഫുൾ അഴുക്കായിട്ട് 2-3 ദിവസം ആയതുകൊണ്ട് എടുത്തിട്ട്. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് സൗണ്ടും കൂടെ കേൾപ്പിച്ച് നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് അങ്ങനെ അങ്ങ് പൊട്ടെന്ന് ചോദിച്ചുകൊണ്ട് ഇതൊക്കെ ഉണ്ടോ. വാവ്, വണ്ടി കഴിയുകയില്ല. എൻ്റെ വണ്ടി ഉണ്ടോ പിന്നെ മുട്ടായി പോലെ ചെയ്യുന്നത്. ഇതുപോലെ വയ്ക്കണ്ടേ? കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് കഴിയുക. ഇതൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കാം. കഴുകി സെറ്റാക്കി സ്റ്റാർട്ട് ചെയ്തൊക്കെ കാണിച്ചു തരാം. അത് സ്റ്റാർട്ടാക്കി അതിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് പറ്റുമെന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിനെന്ത് കാണിക്കുക, അതൊന്നും കാണിക്കില്ല. ഇതിന് കുറച്ച് പണിയൊക്കെ ഉണ്ട്, എന്തൊക്കെ ശബ്ദം കേൾക്കണുണ്ട്. അപ്പോൾ ആക്റ്റീവ അത് പതിയെ സെറ്റാക്കാം. നമുക്കത് ചെറിയ വീഡിയോ എല്ലാം ചെയ്തിടാം. പിന്നെ എൻ്റെ ടയറൊക്കെ ഒന്ന് കഴുകി എല്ലാം സെറ്റാക്കണുണ്ട്. നമുക്ക് ഓസ് കണക്ട് ചെയ്യണം. അപ്പം കണ്ടോ അവസ്ഥ കണ്ടോ, ഇലയൊക്കെ മൊത്തം ഇലയാണ്. വെള്ളം മഴയത്ത് പോയിട്ട് ഇലയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടപെടുന്നുള്ളൂ, വേറെ സീനൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഓസ് കണക്ട് ചെയ്തൊന്ന് കഴിവാം. വണ്ടി കഴിയണമെന്ന് മുമ്പ് നിങ്ങൾ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് തുടങ്ങട്ടെ. ലൈക്ക് കുറവാണ്, ലൈക്ക് നിങ്ങൾ അടിക്കുക. പിന്നെ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ നമുക്ക് എത്ര സന്തോഷമായിരിക്കും. നിങ്ങൾ കമൻറ്റും കൂടെ ചെയ്യും. കേസ് ആദ്യം കാറ് തന്നെ കഴിവാം. കാറാകുമ്പം ഇപ്പോൾ ഇങ്ങനെ നനഞ്ഞ് കിടക്കണോണ്ട് വലിയ അഴുക്കൊന്നും ഇല്ലാതെ കിടക്കണുണ്ടായിരിക്കും. കഴുകിയിട്ട് തുടച്ചാൽ മതി, വേറെ സീനൊന്നുമില്ല. അപ്പോൾ ഇലയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പകുതി ടാസ്ക് കഴിഞ്ഞ്. ഇതിൻ്റെ മേളിലൊക്കെ ഇലയിരിപ്പുണ്ട്. മഴയത്ത് കഴിവുന്നത് കണ്ടിട്ട് ഭ്രാന്താന്ന് വിചാരിക്കില്ലേ, എനിക്ക് ഭ്രാന്ത. അതെ, ഈ മഴയത്ത് ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന പോലെ എനിക്ക് ഇതും ഭ്രാന്ത. ഞാനും കഴിവാറുണ്ട്, എൻ്റെ വണ്ടി ഞാൻ മഴയത്ത് കഴിവാറുണ്ട്. എനിക്ക് എപ്പോഴും വണ്ടി വൃത്തിയായിട്ടിരിക്കണം. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണോ? ചിലപ്പോൾ വണ്ടി ഭ്രാന്തന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കണം എന്ന് വിചാരിക്കുന്നു. യെസ്, ഇപ്പോഴേ വൃത്തിയായി. സീൻ. ഇനി ജസ്റ്റ് ഒരു തുണിയെടുത്ത് തുടച്ചാൽ ഇലയൊക്കെ ഒന്ന് അടിച്ച് കളയാതി. എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വലിച്ച്, ഇത് കഷ്ടമെന്ന് വലിച്ച്. മിക്കവാറും ഇപ്പോൾ സ്പേസ് ഫുള്ളാവാൻ ചാൻസ് ഉണ്ട്, കാരണം ഫോണിൽ സ്പേസ് ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നം. നോക്കാം, നമുക്ക് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കാം. ഇപ്പോഴേ ബാക്ക് സൈഡിലുള്ള അഴുക്കൊക്കെ പോയി. വണ്ടി ലോക്കായി. എൻ്റെ പോക്കറ്റിൽ താക്കോൽ കിടപ്പുണ്ട്, അതാണ് വണ്ടി ലോക്കായി. തിരിച്ചാണ് ലോക്കായി. അതിവിടെ സെൻസറുണ്ട് ഈ ഡോർ പാഡിൽ, അതാണ് ലോക്കായി. തുടങ്ങി വണ്ടി ലോക്ക് ആവില്ല. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് നമ്മൾ സെറ്റാക്കി. പിന്നെ മുകളിലൊന്ന് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് വെള്ളം അടിച്ച് തീർത്തിട്ട്, വെള്ളം വണ്ടിയിലടിച്ച് തീർത്തിട്ട് നമുക്ക് വരാം. അതാകുമ്പം എളുപ്പത്തിന് കാണിക്കാമല്ലോ, അങ്ങനെ വരാം. അതിന് നമ്മൾ കാറ് മൊത്തം നമ്മൾ തേച്ച് സെറ്റാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇനി വേറെ വെള്ളമൊക്കെ അടിച്ച് സെറ്റാക്കി, ഇനി തുടച്ചാൽ മാത്രം മതി. അപ്പോൾ എന്തായാലും ബൈക്കും കൂടെ കഴുകിയിട്ട് കാറ് തുടയ്ക്കാം. കുറച്ച് വെള്ളമൊക്കെ പോണേ പോട്ട് നമ്മൾ ഈ തുണിയിട്ടാണ് കഴുകി. ഇനി എന്തായാലും ബൈക്കും കൂടി ഇതുപോലെ ഒന്ന് കഴുകിയിട്ട് നമുക്കെടുത്ത് കാർ ഷെഡില്ല. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയൊക്കെ ഒന്ന് കാണാൻ ചെയ്യാം. എൻ്റെ വണ്ടി ഇനി കാണിച്ചു തരാം. അപ്പോൾ കഴിവുന്നതൊക്കെ ആയിട്ട് പാട്ടൊന്നും ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് എല്ലാത്തിനും അടിക്കുന്നതുകൊണ്ട് പാട്ടൊന്നും ഇടാതെ ഞാൻ വേണമെങ്കിൽ പാട്ട് പാടി കേൾപ്പിച്ചു തരാം. അതുകൊണ്ട് ഈ വണ്ടി വരുമ്പോൾ എന്തെങ്കിലും പാട്ടോടാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് അടിക്കട്ടോ, ലൈക്ക് അടിക്കും.
ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഡോമിനർ നമ്മളങ്ങനെ കഴുകി ഇനി തുടയ്ക്കണം. വെള്ളം അടിക്കുന്ന വീഡിയോ എടുത്തില്ല, കുറച്ച് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് പറഞ്ഞാൽ എടുത്തില്ല. നമ്മളപ്പം തുണി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വണ്ടി തുടയ്ക്കണം. 2 വണ്ടി തുടയ്ക്കാം, കാർ ഷെഡ് എടുത്തിടാം. അതിനുമ്പോൾ നമുക്ക് വണ്ടി ഡീറ്റെയിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഡോമിനറിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, നമുക്ക് സെറ്റാക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കമൻറ്റ് ചെയ്താൽ നമുക്ക് സെറ്റാക്കാം. അതേപോലെ വീഡിയോ ഒക്കെ ചെയ്യാം. റൈഡ് പോകണ വീഡിയോ ഒക്കെ ചോദിച്ചിട്ടാണ് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ വണ്ടി ആദ്യം തുടയ്ക്കട്ടെ. പുതിയ വണ്ടിയായാലും പഴയ വണ്ടിയായാലും കഴിവുന്ന ഒരു സ്ഥലത്തേക്ക് നല്ല തുണിയിട്ട് കഴുകുക. പുതിയ ടാങ്കായാലും ടാങ്കൊക്കെ നല്ല വൃത്തിയായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. നല്ല പച്ച ടാങ്ക്. വണ്ടി പച്ച ഇറങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ കൊള്ളാമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ എടുക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഡോമിനറിനോട് വലിയ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ കണ്ട് ഇപ്പോൾ ഇഷ്ടപ്പെട്ട്. ഡോമിനർ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് അടിക്കും. ബജാജ് ഫാൻസ് ഇഷ്ടം പോലെ കാണും. അപ്പോൾ നിങ്ങളെന്തായാലും ഇതിൻ്റെ എന്ത് നേരം വീഡിയോ ആണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കണമെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യും. നമുക്കതുപോലെ നോക്കാമല്ലോ, എത്ര ഫാൻസ് ഉണ്ടെന്ന് നമ്മൾ നോക്കാമല്ലോ. ബജാജ് ഇഷ്ടപ്പെടുന്ന എത്ര. കുറച്ച് നേരം ഇനി സിനിമാറ്റിയിൽ കാണും, കാരണം മറ്റേതിൽ സ്പേസ് ഇല്ല. അപ്പം ഇതിൽ അധികം വീഡിയോ എടുക്കാൻ പറ്റും. തുടയ്ക്കുക, ഇനി പെട്ടെന്ന് തന്നെ അങ്ങ് അടിച്ച് തുടയ്ക്കാം. പിന്നെ അത് കാണിച്ചുകൊണ്ടിരുന്നാൽ ലാസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം പെട്ടെന്നൊന്ന് തുടയ്ക്കാം. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങുന്ന കാണിച്ചു തരാം, നിങ്ങൾക്ക് ബോറടിച്ച് തിരിച്ചു. യെസ് ഗൈസ്, അങ്ങനെ 2 വണ്ടി തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. സമാധാനമായി. എന്തായാലും ഈ വണ്ടി തുടങ്ങിയതാണ്. അപ്പോൾ ഈ വണ്ടി വൃത്തിയാക്കി, ഇങ്ങനെ ഈ വണ്ടി വൃത്തിയാക്കി അങ്ങനെ കഴിവിതാ തുടച്ച് സെറ്റാക്കി വെച്ച്. ഇനി ബോണറ്റ് തുറന്ന് കുറച്ച് ഇല പറക്കി കളയണം. അതിൻ്റെ അകത്ത് കുറച്ച് ഇല ഇറങ്ങിയിട്ടുണ്ട്. അതും കൂടെ ഉള്ളൂ, ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു. സെറ്റ്. നിങ്ങളിങ്ങനെയൊക്കെ തന്നെ വീട്ടിലിരിക്കുന്ന ദിവസം. ഞാനും അങ്ങനെ അല്ലായിരുന്നു, പക്ഷെ ഇന്നെന്തോ എനിക്ക് ചെയ്യാൻ തോന്നി. കാരണം വണ്ടി ഇങ്ങനെ കിടക്കുമ്പോൾ എന്തോ ഒരിത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും എന്തായാലും ഇപ്പോൾ തന്നെ കമൻറ്റ്. പിന്നെ ഡോമിനറിനെ കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ വണ്ടി കിട്ടാറില്ല. വണ്ടി ഈവൻ ഓട്ടത്തിലായതുകൊണ്ട് കിട്ടാറില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ പറ, നമുക്ക് അതുപോലെ സെറ്റാക്കാം. എവിടെയും ട്രിപ്പ് പോകണൊക്കെ ആയിരിക്കും, എന്തായാലും നമുക്ക് സെറ്റാക്കാം. പിന്നെ പണ്ട് തൊട്ടേ ഡോമിനർ ഞാൻ കാണുമ്പോൾ ഇതിൻ്റെ ബാക്ക് ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ടോ. നിങ്ങൾക്ക് ബജാജ് ഡോമിനർ ഇഷ്ടമാണെങ്കിൽ നിങ്ങളും ഈ ഒരു ലൈറ്റ് ഇഷ്ടമാണോ? എനിക്ക് പണ്ട് ഈ ഒരു ലൈറ്റായിരുന്നു ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ലൈറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. ഈ ഒരു ഹെഡ്ലൈറ്റില്ലേ, കണ്ണടിച്ചു അത്ര ലൈറ്റ് ആയിരിക്കും. എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തൊക്കെ കാണിച്ചു തരാം. ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം, എത്ര കിലോമീറ്റർ ഓടിയെന്ന് കാണിച്ചു തരാം. എൻ്റെ വണ്ടി കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതൊന്നും ചെയ്തിട്ടില്ല. അതിപ്പോഴും സെറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇതിനെടുത്ത് പറക്കി ഇനി അതിൻ്റെ അകത്ത് കെട്ടണം. അതിന് മുമ്പ് 2 വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ആക്റ്റീവ് ജസ്റ്റ് ഒന്ന് തുടച്ചതേ ഉള്ളൂ, വേറെ പണിയൊന്നും ചെയ്തില്ല. അപ്പം ഇതിൻ്റെ താക്കോൽ എടുത്തിട്ട് തരാം. ഇതിൻ്റെ താക്കോലുണ്ട്. അപ്പോൾ എന്തായാലും ബോണറ്റ് തുറന്ന് ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ടാക്കാം. എൻ്റെ ഇവിടെ സെൻസർ ആയതുകൊണ്ടാണ് താനെ സ്റ്റാർട്ടാവുന്നത്. അയ്യോ, താനെ ഡോർ ഓപ്പൺ ആവുന്നു. അപ്പം ബോണറ്റ് തുറക്കാം. യെസ്, ബോണറ്റ് തുറന്നു. കുറച്ച് വെയിറ്റുള്ള ഹുഡാണ് നമ്മളെ ഫോർഡിൻ്റെ. ഇവിടെ അമ്മച്ചി. അപ്പോൾ ഇത് പറക്കി വെച്ചിട്ട് ഇത് അതൊക്കെ ഇല ഇറക്കി കളയണം. ഇതിൻ്റെ അകത്തുനിന്ന് വൃത്തിയാക്കാൻ പാടില്ല, അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇലകളൊക്കെ ഒന്ന് പറക്കി കളഞ്ഞിട്ട് വരാം. ഇപ്പോൾ ഇതാ ഇലയും കാര്യങ്ങളൊക്കെ പറക്കുകയാണ്. കുറച്ച് ഇലയൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ പറക്കി കളഞ്ഞു കഴിഞ്ഞാൽ അതും വൃത്തിയാവുമല്ലോ. അപ്പോൾ അതൊക്കെ പറക്കി കളയാം. ഇതൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ. ഇതിൻ്റെ അകത്ത് കടഞ്ഞിട്ട് നമുക്ക് എ സിക്കൊക്കെ ബാഡ് സ്മെല്ലൊക്കെ വരും. അതൊക്കെ ഒന്ന് പറക്കി കളഞ്ഞാൽ സെറ്റ്. അപ്പോൾ പറക്കി കളഞ്ഞിട്ട് അടച്ചിട്ട് വരാം, അല്ലെങ്കിൽ വീഡിയോ ലെന്തും കൂടും, സ്പേസും തീരും. ഓക്കെ, ബൈ. യെസ്, എന്തായാലും അതെല്ലാം വൃത്തിയാക്കി. അപ്പോൾ എന്തായാലും ഈ സംഭവം ഒന്ന് അടച്ചിട്ട് ഇവിടെ പറക്കി വയ്ക്കുക. അവിടെ പറക്കി വെച്ച് എന്തായാലും നമുക്ക് ഫുഡങ്ങ് അടയ്ക്കാം. യെസ്, നമ്മളെ ഫുഡ് അടങ്ങും. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. യെസ്, അപ്പോൾ കാറ് സെറ്റായി. അപ്പോൾ എന്തായാലും കാറിന് ആദ്യം എടുത്ത് നമുക്ക് അതിൻ്റെ അകത്തിടാം. അപ്പോൾ പിന്നെ അധികം സ്പേസ് നഷ്ടമില്ല. എന്നിട്ട് വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കാറിനകത്തുള്ള എത്ര കിലോമീറ്റർ ആയെന്ന് കൂടെ ജസ്റ്റ് കാണിച്ചു തരാമല്ലേ. ഒരു ഡെയിലി ഒബ്സർവേഷൻ പോലെ അങ്ങ് എടുത്തോ. 23,664 കിലോമീറ്റർ കാർ ഇപ്പോൾ ഓടി. അപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. പെട്രോളുണ്ടോ, ഡീസൽ, കാൽ ടാങ്ക് ഉണ്ട്. അപ്പം നമുക്ക് എടുത്താത്തിടാം. സർവീസെല്ലാം കഴിഞ്ഞ് സെറ്റായിട്ട് കിടപ്പുണ്ട്. യെസ്, ഇത് ഇതാക്കുക, ഇതിങ്ങനെ എടുക്കുക, എന്നിട്ട് പതിയെ ഇങ്ങനെ എടുത്തിടുക. പതിയെ, അല്ലെങ്കിൽ ഇവിടെയും കൊണ്ട് ഇടിച്ച് കയറ്റുക. വാവ്, വണ്ടി കഴിയുകൊണ്ട് എന്തായാലും കുളിച്ച ഫീലിംഗ്. എന്തായാലും ആ വണ്ടിയും കൂടെ എടുത്തൊന്ന് സെറ്റ് ചെയ്ത് വീഡിയോ എടുത്തിട്ട് അതിനെ പറക്കി വയ്ക്കും. കോപ്പിറൈറ്റ് ഒന്നാമതേ പാട്ട് കാണാം. കോപ്പിറൈറ്റ് ചില വീഡിയോയിലെല്ലാം പാട്ടിട്ട് കോപ്പിറൈറ്റ് അടിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊക്കെ മ്യൂട്ട് ചെയ്തിട്ടത്. അതാണ് കാണുമ്പോൾ ബോറായിട്ട് തോന്നുന്നുണ്ടാവും. എന്തുകൊണ്ട് ഇടിച്ചു വെച്ചാ എന്തോ. അപ്പോൾ എന്തായാലും ഇറങ്ങും. യെസ് കേസ്, കറക്റ്റായിട്ട് പാർക്ക് ചെയ്തു. ഇവിടെ എത്ര ഗ്യാപ്പ് വേണം നടന്നു പോകാനും, പിന്നെ ഇവിടെ ഗ്യാപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും കാറിലൊക്കെ ഇവിടെ നമുക്ക് 2 ബൈക്കും വയ്ക്കാം. അപ്പോൾ എന്തായാലും ആ വണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്ത് സൗണ്ട് കേൾപ്പിച്ചു തരാം. നിങ്ങളെ വണ്ടിയൊക്കെ കഴുകിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നല്ലതാണ്. കാരണം വണ്ടി കഴിയോറിനെ എടുത്ത് വയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് ഓടിയിട്ടൊക്കെ വേണം കൊണ്ടുവയ്ക്കാൻ. കാരണം അവിടെ ഇവിടെയൊക്കെ വെള്ളം കയറി ഇപ്പുണ്ടായി. അപ്പം ചൂടായെങ്കിൽ അതൊക്കെ ഒന്ന് പോകും. അപ്പോൾ നമുക്ക് എന്തായാലും കീ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ കീ കിട്ടിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ എന്തായാലും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ശബ്ദവും കേൾപ്പിച്ച് തരാം. വേറെ ഒന്നും കേൾപ്പിക്കില്ല. അപ്പോൾ എന്തായാലും ശബ്ദം കേൾപ്പിച്ച് തരാം.
അപ്പോൾ അതേ കീ എടുക്കുക, ഡോമിനൻ്റെ കീ എടുക്കുക, കീ ഹോൾഡിലിടുക, ഇങ്ങോട്ട് തിരിക്കുക. ഇതാ മീറ്റർ ഓണായി. വാവ്, ഡോമി മീറ്റർ ഇത് ഓണാക്കുക. ഓ, ഫ്യൂല് കിടക്കുന്ന കിടപ്പുണ്ടോ? എൻ്റെ വണ്ടിയൊക്കെ ഇവൻ്റെ പെട്രോൾ എൻ്റെ കിടന്നിന്നെങ്കിൽ ന്യൂട്രൽ തന്നെ. ഓ, ഫസ്റ്റ് യെസ്, സൈഡ് സ്റ്റാൻഡ് ചെയ്ത് കേട്ടോ. കുറച്ച് നേരം ഐഡിൽ കിടക്കട്ടെ. എന്തായാലും ഇപ്പം ഓടി ഇത് ചെയ്തേല്ലേ. ഇപ്പോഴേ ഡോമിനർ ഫാൻസ് ഉണ്ടെങ്കിൽ എന്തായാലും ലേക്ക് അടിക്കും. മീറ്റർ ഉണ്ടോ? 13,000 RPM. എന്തായാലും ഇത്രയും മതി. നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് അകത്ത് വയ്ക്കാം. അപ്പം മതി, ഇത്രയും മതി. അങ്ങനെ വണ്ടിയൊക്കെ കഴിയും, രണ്ടും സെറ്റാക്കി. ഇനി എൻ്റെ വണ്ടി എടുത്ത് തിരിച്ചായിട്ട് ആക്റ്റീവ് എടുത്ത് വയ്ക്കുക. നമ്മൾ കാർ ഷെഡ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യാൻ ഡോറൊന്നുമില്ല, അങ്ങ് ക്ലോസ് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മളെ പയ്യൻ ഡ്യൂക്കും കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ മൊത്തം വണ്ടികളാണല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് കാർ ഷെഡൊക്കെ അങ്ങ് എടുത്ത് മാറ്റാം. ഇതെടുത്ത് പറക്കിൻ്റെ അകത്തൊക്കെ ഇട്ടെ. ഇതിന് വീഡിയോ എടുത്ത് കയറ്റാനൊന്നും പറ്റില്ല, കണ്ടോ. ഇതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും. നമ്മളെ ഇൻ്റർ GT വാട്ട് ഐ ലുക്ക്. അപ്പോൾ നമുക്കത് സെറ്റാക്കാം. ഇപ്പോൾ എന്തായാലും ഇന്ന് വീഡിയോ ഉണ്ടാക്കാൻ സമയമായി, എന്തായാലും വൈകിട്ടായില്ലേ. അപ്പോൾ എന്തായാലും ഇത് പറക്കിയോടെ വെച്ചിട്ട് നമുക്ക് വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് വൈകിട്ട് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയാണ്. അപ്പോൾ എന്തായാലും കാർഷിനകത്ത് മൊത്തം വണ്ടിയും കയറ്റി സെറ്റാക്കി നമ്മുടെ കൂട്ടാൻ്റെ ഡ്യൂക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക.